ഞങ്ങൾ കർത്താവെ വചനം കർത്താവെ ഞങ്ങൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കർത്താവെ അങ്ങ് എത്ര ഞങ്ങളുടെ ജീവിതങ്ങളിൽ എത്രമാത്രം ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ അങ്ങ് സഹായിക്കണേ കർത്താവെ. അതിന്റെ ബേസിസിൽ ഞങ്ങൾ സ്ഥിരപ്പെടുവാൻ അങ്ങ് സഹായിക്കണേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞങ്ങൾക്ക് സങ്കീർത്തനം 37 ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 37 സങ്കീർത്തനം അതിന്റെ 23 വാക്യം തൊട്ട് വായിക്കാം. 37ന്റെ 23. ഞാനത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ഞാനിത് ഇന്ന് രാവിലെ ദൈവം ഈ വചനം എന്റെ മനസ്സിൽ തന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി എന്റെ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ലൈഫ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമായിരുന്നു. യൂഷ്വലി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു മീറ്റിംഗ് എടുക്കുന്നതിന് മുമ്പ് കർത്താവ് എന്തുവായിരുന്നു എന്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ ഓർക്കുമായിരുന്നു. ഈ വാക്യം എന്റെ മനസ്സിൽ വന്നത്. അതായത് ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് 23rd verse 23ാമത്തെ വാക്യത്തിൽ ദ സ്റ്റെപ്സ് ഓഫ് എ മാൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോർഡ്. ഇവിടെ ഒരു സ്റ്റെപ്സ് ഓഫ് എ മാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി നമ്മൾ ചിന്തിച്ചാൽ കർത്താവിന്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ട്രൂ ആവുന്നത്. എന്ന് വെച്ചാൽ കർത്താവിന്റെ വഴിയിൽ നടക്കുക എന്ന് വെച്ചാൽ കർത്താവ് പറയുന്ന അത് മാത്രം. അതൊരു ഭയങ്കര, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡൻസിനോട് സംസാരിക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു കർത്താവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞ ഫണ്ണാ. ഏറ്റവും വലിയ ഒരു ഹിന്ദിയിൽ പറഞ്ഞ മജ, അല്ലെങ്കിൽ ഒരു ഉത്സാഹത്തിന്റെയും ഒരു ഫെസ്റ്റിവലിന്റെയും ടൈമാണ് കർത്താവ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കാണും. ഉടനെ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഏലിയാവ് കർത്താവിന് വേണ്ടി ജീവിച്ചു. ഏലിയാവിന് പേടിച്ചോടേണ്ടിയൊക്കെ വന്നു. ഏലിയാവ് ഒരു ഗുഹയിലൊക്കെ പോയിരുന്നു. പക്ഷെ അവിടെയും കർത്താവ് നടത്തി. ഇസ്രായേൽ മക്കൾ വനാന്തരത്തിൽ കൂടിയാ പോയത്. അവിടെ കർത്താവ് വേണ്ടിയ സമയത്ത് മേഘസ്തംഭം, അതായത് ചൂടുള്ളപ്പോഴേ വലിയൊരു മേഘം മേളില്, തണുപ്പുള്ളപ്പോഴേ അഗ്നിയുടെ ഒരു സ്തംഭം, ഇതെല്ലാം കർത്താവ് നടത്തി. ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങള് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് ചിന്തിച്ച് വറി ചെയ്തിട്ടാണ്. എന്താവും, ഇന്ന കാര്യം എന്താവും, എങ്ങനെ കാര്യങ്ങൾ നടക്കും, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് വറി ചെയ്യും. എന്താവും, ഇന്ന് നാളെ രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് എല്ലാത്തിനും സമയം കാണുമോ? ആക്ച്വലി അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിച്ചു തരും. ഞാൻ ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ചേർച്ചിലെ ഒരു പ്രിയ മകളുടെ വിവാഹം, അതിനുവേണ്ടി ഞങ്ങള് തിരുവനന്തപുരത്ത് വന്നിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു സിസ്റ്റേഴ്സ് മീറ്റിംഗ് എടുക്കുന്നത് എങ്ങനെയാ, അതിനുള്ള ഒരു സാവകാശം, ഒരു സ്ഥലം എല്ലാം കിട്ടുമോ, എന്ത് ചെയ്യണം, കാരണം ആ സമയത്ത് വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എന്ത് ചെയ്യണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഒരു പ്രിയ സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് എടുക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആലോചിക്കുമോ എന്താ ചെയ്യേണ്ടിയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, കർത്താവിൽ ആശ്രയിച്ച് എടുക്കുക. ഞാൻ ഓർക്കോ എങ്ങനെയാ കർത്താവ് അത് ഗൈഡ് ചെയ്തത്. ആ ഒരു ഗൈഡൻസ് എനിക്ക് വളരെ ധൈര്യമായി. ചെയ്യേണ്ട എല്ലാ കാര്യവും, ചെറിയ കാര്യങ്ങൾ, ഇതൊരു വചനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. എനിക്ക് ദൈവത്തിന്റെ കൈ ഇത്ര എന്റെ മേലിന്റെ കൂടെ ഉള്ളത്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. 24ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ വീണാലും നിലം പരിചാകുകയില്ല. നമ്മൾ കർത്താവിന്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ ഇടയ്ക്ക് വീഴ്ച ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം കർത്താവ് പറയുന്ന രീതിയിൽ അനുസരിക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും വീഴുന്നത്. ചെറിയ കുഞ്ഞ് അപ്പന്റെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുമ്പം പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാൽ ചില മുമ്പിലുള്ള കല്ല് കാണത്തില്ല, അല്ലെ കുഴി കാണത്തില്ല, വീഴാൻ പോയെന്നിരിക്കും. പക്ഷെ അവന് നിലം പരിചാകുകയില്ല. നമ്മൾ അതിനിടയ്ക്ക് വീഴുമായിരിക്കും. നമ്മൾ ചിലപ്പം അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അതിന് പുറകെ. പക്ഷെ നിലം പരിചാകുകയില്ല. ഞാൻ ഓർക്കുന്ന പ്രായമായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും തന്നെ വീഴ്ചകൾ, ചിലപ്പം നടക്കുമ്പോഴുള്ള വീഴ്ചകളോ അങ്ങനത്തെയൊക്കെ അല്ല, ആത്മീയ കാര്യത്തിൽ ഞാൻ പറയുക, ചിലപ്പോൾ നമുക്ക് ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കും. ദൈവം പറയുന്നത് ഏറ്റവും കൂടുതൽ അനുസരിക്കാതിരിക്കുന്ന എനിക്ക് തോന്നുന്നു വറിയുടെ കാര്യത്തിലാണ്. ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയവും ആങ്ഷ്യസ്. അപ്പൊ നമ്മൾ അനുസരണക്കേടാണ് കാണിക്കുന്നത്. ആ അനുസരണക്കേട് കാണിക്കുമ്പോൾ പോലും നമ്മൾ നിലം പരിചാകുകയില്ല. കർത്താവ് ആരെങ്കിലും ആയിരിക്കും നമ്മളെ ധൈര്യപ്പെടുത്താൻ, നമ്മളെ ശക്തീകരിക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ,
അത് പറയുമ്പോഴേ ഞാൻ ഓർക്കുമായിരുന്നു ആ വാക്യം നമുക്ക് നല്ലതായിട്ട് അറിയാവുന്ന മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും. നമ്മുടെ മുമ്പേ നമുക്ക് രാജ്യവും നീതിയും അന്വേഷിപ്പാൻ, കർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് എല്ലാ സമയവും നമ്മൾ ആ സമയം എടുത്താൽ ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് ടു യു. നമ്മുടെ ജീവിതത്തിന് എന്ത് വേണോ അതെല്ലാം ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാക്ടിക്കൽ ലൈഫിലെ കാര്യങ്ങളാണല്ലോ ഈ സിസ്റ്റേഴ്സ് മീറ്റിംഗ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തലേദിവസം ഈ വീട്ടിലോട്ട് വന്നു കല്യാണത്തിന് റെഡി ആവാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. സാരിയുടെ സേഫ്റ്റി, പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈ പ്രാവശ്യം അതെല്ലാം ഓർത്തെടുത്ത് വെച്ചു. പക്ഷെ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി, തലയിൽ കുത്താൻ ഒരു സ്ലൈഡ് എടുത്തില്ല. ഞാൻ വിചാരിച്ചു, അയ്യോ എന്ത് ചെയ്യും, അതില്ലാതെ എനിക്ക് പറ്റത്തില്ല തലമുടി കെട്ടാൻ. ഞാൻ ചുമ്മാതെ മോളോട് പറഞ്ഞു, എന്റെ ബാഗിനകത്ത് തപ്പിയപ്പോഴും സ്ലൈഡ് ഉണ്ടായിരുന്നു. ഞാൻ അത് എടുത്തു വെച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. കർത്താവ് അവിടെ എടുത്തു വെച്ചതാ. കർത്താവിനറിയാം. ഞാൻ പറയാൻ വന്നത്, ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ കർത്താവ് നോക്കുന്നത്. ദൈവം ഒരു ചെറിയ സ്ലൈഡ് മുതൽ, ഒരു സേഫ്റ്റി പിൻ മുതൽ നമ്മൾക്ക് ഓർമ്മയില്ല. നമ്മുടെ ജീവന് വേണ്ടി എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഡെയിലി ലൈഫിന് വേണ്ടി എല്ലാ കാര്യങ്ങളും. ഇവിടെ താഴോട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? 25-ാം വാക്യം, ഐ ഹാവ് ബീൻ യങ് ആൻഡ് നൗ ഐ ആം ഓൾഡ്. ഞാൻ ബാലനായിരുന്നു, ഇപ്പൊ വൃദ്ധനായി തീർന്നു. ഞാൻ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. അതായത് നമ്മുടെ ഈ സങ്കീർത്തനക്കാരൻ പറയുക, ഞാനൊരു ചെറിയ ബാലനായിരുന്നു, വൃദ്ധനായി. തിരിഞ്ഞു നോക്കിയാൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരാവശ്യം വരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ എന്തുകൊണ്ടാ അത്? കാരണം നമ്മുടെ പിതാവ് ദൈവമാ. നമുക്ക് സ്വർഗസ്ഥനായിട്ടുള്ള ഒരു പിതാവുണ്ട്. ആ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഐ ഹാവ് നോട്ട് സീൻ ദ റൈച്ചസ് ഫൊസേക്കൺ ഓർ ഹിസ് ഡിസെൻഡൻസ്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്, അയ്യോ നമ്മളെ ദൈവം അങ്ങ് വിട്ടു, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. നമുക്ക് അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ പ്രശ്നത്തില് ഇന്നലെ ഞാൻ ഒരു പ്രിയ മകളെ മീറ്റ് ചെയ്യുമായിരുന്നു. അവർക്കൊരു ഒരു സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരു കുഞ്ഞുണ്ടെന്ന് പറയുമായിരുന്നു. ജനിച്ചപ്പോഴേ കണ്ണിന് കാഴ്ചയില്ല. ആ ഒരു കുഞ്ഞിപ്പോ 6 വയസ്സായി. 1 വയസ്സിന്റെ പ്രായമേ അത് കാണിക്കുന്നുള്ളൂ അതിന്റെ എല്ലാ കാര്യത്തിലും. ഞാൻ എന്റെ മനസ്സിൽ ഇത്തിരി സങ്കടം തോന്നിയത് കേട്ടോടനെ അപ്പൊ എന്റെ മനസ്സിൽ വന്നത് ഈ വാക്യങ്ങൾ. അതായത് കർത്താവ് ആ കാര്യം ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. പക്ഷെ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണല്ലോ ഈ പ്രയാസമുള്ളത്. അങ്ങനെയല്ല. ഈ ലോകത്തിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പ്രയാസങ്ങളില്ലാത്ത ഒരാളുമില്ല. അപ്പൊ എന്റെ ഒരു പ്രത്യേക ജോലി ശൈലി കൊണ്ട് ഒത്തിരി ആൾക്കാരെ എല്ലാ ദിവസവും മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ കേട്ടാൽ അതിശേഷം ഓരോ സമയം കർത്താവെ ഇത് എനിക്ക് തന്നില്ലല്ലോ, അങ്ങ് എത്ര കാരുണ്യവാൻ. ആക്ച്വലി നമ്മൾ അങ്ങനെ നോക്കിയാൽ അങ്ങനെയാ. ദൈവം സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു തുണയാ. നമുക്ക് ഒരു ആവശ്യത്തിന് ഒരാൾ വേണം, ഹെൽപ്പ് ചെയ്യാൻ ഒരാളോട്, സംസാരിക്കാൻ ഒരാൾ. ഈ സങ്കീർത്തനക്കാരൻ പറയും, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളില്ല അങ്ങ് ഇരിക്കുന്നത്. ദൈവം ഒരു തുണ തരും. ആലോചിച്ച് നോക്കാം നമുക്ക്. നമ്മുടെ ഇന്നലത്തെ ജീവിതത്തില്, മിഞ്ഞാന്നത്തെ ജീവിതത്തില് എല്ലാ സമയത്തും കർത്താവ് തന്നില്ലേ? എപ്പോഴെങ്കിലും നമ്മളത് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ട് മാത്രമാണ്. ആ പ്രവാചകൻ എലീശ പ്രവാചകനാന്ന് തോന്നുന്നു, പേടിച്ചു പോയി വലിയൊരു സൈന്യത്തെ കണ്ടപ്പോഴ്. അപ്പൊ വരുന്നു എന്ന് കേട്ടപ്പോഴ് എലീശ പ്രവാചകൻ ദാസൻ പേടിച്ചു പോയി. എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവന്റെ കണ്ണ് തുറക്കണേ. കണ്ണു തുറന്ന് നോക്കിയപ്പോഴ് ദൈവത്തിന്റെ ഒരു വലിയ സൈന്യം ചുറ്റും. ആക്ച്വലി ഇത് ഭയങ്കര ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ സെഖര്യാ പ്രവചനത്തിൽ വായിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം, ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ ദൈവ മക്കളെ സഹായിക്കാനായിട്ട്. ജസ്റ്റ് ഇമാജിൻ, ഗബ്രിയേലും മീഖായേലും ഒക്കെ നമ്മുടെ കൂടെ നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട്. ഞാൻ ഓർക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ പറയാം. ഇന്നലെ മിനിഞ്ഞാന്നും എനിക്ക് 2 ആവശ്യങ്ങൾ, ഒരു 2 ദിവസവും 3 മണിക്ക് മുമ്പ് ഒരു സ്ഥലത്ത് എത്തണം. വൈകിട്ട് 3 മണിക്ക് മുമ്പ്. എന്റെ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പം ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ജോലി, കൃത്യം വർക്കിംഗ് അവേഴ്സ് അല്ല. അപ്പൊ 3 മണിക്ക് ഞാൻ സാധാരണ എത്താനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടാ. കൃത്യം 3 മണിക്ക് ഞാൻ ഓർക്കുമായിരുന്നു. കൃത്യം 3 മണിയായപ്പോ ഞാൻ ആ സ്ഥലത്തെത്തി. ഇന്നലെ അതുപോലെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൃത്യം പറഞ്ഞ സമയത്ത് എത്തി.
ഞാൻ ദൈവത്തിന് അറിയാം നമ്മുടെ ആവശ്യങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ നടത്തും, എങ്ങനെ ചെയ്യുന്നു. കർത്താവ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ നീഡ്സിനെ പറ്റി എന്തോ പറഞ്ഞിരിക്കുന്നത്, അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ എന്തുവാ, അവന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാനുള്ളത് കൊണ്ട്, മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കാനുള്ളത് കൊണ്ട് ദൈവം അങ്ങനെ ആക്കും. അതിന്റെ അടുത്തത്, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഹിസ് ഡിസെൻഡൻസ് ആർ എ ബ്ലെസ്സിങ്. നമ്മൾ ആരെങ്കിലും കർത്താവിന്റെ വഴിയിൽ നടന്നാൽ നമ്മുടെ ഡിസെൻഡൻസിനെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് ആർ എ ബ്ലെസ്സിങ് എന്നായിരിക്കും. എന്ന് വെച്ചാൽ പ്രസന്റ് ടെൻസിൽ അതിനകത്ത് ഡൗട്ട്, വിൽ ബി എ ബ്ലെസ്സിങ് എന്ന് പോലും അല്ല. ഹിസ് ഡിസെൻഡൻസ് ആർ എ ബ്ലെസ്സിങ്. ദൈവം, ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും മക്കളെ പറ്റി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർ ആത്മീയരായിട്ട് സ്ഥിരപ്പെടണമെന്ന് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മകനൊരു സാക്ഷ്യം പറഞ്ഞു, വളരെ സന്തോഷം തോന്നി. അത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. അവന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ കർത്താവിനെ അറിയണം, കുറച്ചുകൂടെ കർത്താവിനെ പറ്റി ഷെയർ ചെയ്യണമെന്ന്. അവന് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, അതായത് അവന്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കുട്ടി, അവന് പല പ്രാവശ്യം ഷെയർ ചെയ്ത ഒരു പയ്യൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവന് ഒരു മെസ്സേജ് അയച്ചു. എടാ, അവന് ഇപ്പൊ വിദേശത്താ. എടാ, ഞാൻ ഇന്ന് നീ പറഞ്ഞത് ഓർക്കുക. നീ നിന്നോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഇടയായി. ഞങ്ങൾക്ക് ആ മകനെ അറിയാം, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി. എന്റെ സന്തോഷം എനിക്ക് പറയാൻ പറ്റത്തില്ല. നീ പറഞ്ഞ സന്തോഷം ഇന്ന് എനിക്ക് മനസ്സിലാവും. അവന്റെ മെസ്സേജസ് എന്നെ കാണിച്ചു തന്നു. ഞാനതിപ്പോ ഓർത്തു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ, അവന്റെ സന്തതി ഡിസെൻഡൻസ് ആർ എ ബ്ലെസ്സിങ്, അനുഗ്രഹമാണ്. അപ്പം നമ്മൾ കർത്താവിന്റെ വഴിയിൽ നടന്നാൽ മതി. നമ്മുടെ സ്റ്റെപ്സ്, നമ്മൾ നടക്കേണ്ട പടികൾ കർത്താവ് കാണിച്ചു തരും. നമുക്ക് ആഹാരം ആവശ്യമുണ്ടോ, അത് കർത്താവ് തരും. നമുക്ക് വായ്പ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ, വല്ലവർക്കും വായ്പയല്ല, ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ, അതിനുള്ള പൈസ ദൈവം തരും. നമ്മുടെ ടൈമിങ്സ് ദൈവം മാനേജ് ചെയ്ത് തരും. നമുക്ക് ഒന്നിനെ പറ്റി പറയേണ്ട, ഞാൻ ഓർക്കും ഒരു കാര്യം ഓർക്കുമെന്ന് ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു സ്ലൈഡിന്റെ കാര്യം, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്റെ കാര്യം. അതിനും കർത്താവ് ഓർത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ആകെ ചെയ്യേണ്ടത് കർത്താവിനെ അനുസരിച്ച് സന്തോഷമായിട്ട് ഒരു കാര്യത്തിലും പ്രയാസപ്പെടാതെ ജീവിച്ചാൽ മതി. നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാനും, കർത്താവെ പ്രാർത്ഥിക്കുവാനും, കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും, അങ്ങയുടെ വചനം ശ്രദ്ധിക്കുവാനും. എത്ര വിശിഷ്ടമായിട്ടാ കർത്താവെ, എത്ര ഇൻവാല്യൂബിൾ ആ കർത്താവെ അങ്ങയുടെ വചനം. എവറി ബിറ്റ് ഓഫ് ഇറ്റ് ഇസ് ട്രൂ ലോർഡ്. കർത്താവെ, നന്ദി കർത്താവെ. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തരുന്ന അവസരങ്ങൾക്കായിട്ട് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ഇത് കാണാത്തത് കർത്താവെ. ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. എലീശാദാസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ദൈവത്തിന്റെ പ്രൊവിഷൻസും, ദൈവത്തിന്റെ കരുതലും, ദൈവത്തിന്റെ സ്നേഹവും കർത്താവെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇന്നൊരു പ്രാവശ്യം കൂടെ സഹായിക്കണമേ. ഞങ്ങളുടെ ഡിസെൻഡൻസ് ഒരു ബ്ലെസ്സിങ് ആവുമെന്ന് പറഞ്ഞ ദൈവമേ, നന്ദി കർത്താവെ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടനായിട്ട് സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.